PFI ഭീകരവാദികളുടെ അരുംകൊലകളിലൊന്നായ അഭിമന്യു വധക്കേസിൽ വിചാരണ നടപടികൾ നീളും. മെയ് 23-നാണ് ഇനി കേസ് പരിഗണിക്കുക. വിചാരണ ഈ വർഷം സെപ്റ്റംബറിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ അന്തിമ വിധിക്ക് ശേഷമേ അഭിമന്യു വധക്കേസിൽ വിചാരണ ആരംഭിക്കുകയുള്ളൂ. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, PFI ഭീകരവാദികളുടെ കൊലക്കത്തിക്കിരയായ അഭിമന്യു വധക്കേസിൽ വിചാരണാ നടപടികൾ നീളും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിചാരണാ നടപടികൾ നീളുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിരുന്ന തെളിവുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് അന്വേഷണ സംഘത്തിൻ്റെയും വലിയ വീഴ്ചയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അത് സംബന്ധിച്ച് ബന്ധപ്പെട്ട ഹൈക്കോടതി ഈ തെളിവുകൾ പുനഃസൃഷ്ടിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അത്തരത്തിൽ പുനഃസൃഷ്ടിച്ച തെളിവുകൾ അത് പ്രതിഭാഗം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് അവർ അത് പരിശോധിച്ചതിന് ശേഷമേ ഇനിയും വാദം തുടരാവൂ എന്ന ഒരു നിർദ്ദേശം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാദം മാറ്റിവെച്ചിരിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ അത് അന്തിമ വിധി വന്നതിന് ശേഷമാവും ഇതിൻ്റെ പ്രാരംഭ വിചാരണ ആരംഭിക്കുക. നേരത്തെ 2024 പ്രാരംഭ വിചാരണ ആരംഭിക്കാനിരുന്നതാണ്. അത് പിന്നീട് 2025 ജനുവരിയിലേക്ക് മാറ്റി. ഇപ്പോൾ അത് മെയ് 23 മാറ്റിയിരിക്കുകയാണ്. എന്തുതന്നെയായാലും ഈ കേസിൻ്റെ വാദം വലിയ രീതിയിൽ നീണ്ടുപോകുന്നു. ഇതിൻ്റെ തെളിവുകൾ നഷ്ടപ്പെടുന്നു. വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നു എന്നതെല്ലാം ഇതിനോടകം തന്നെ വ്യക്തമായതാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇതിലെ പ്രതിഭാഗവും ഏത് തരത്തിലും ഇതിൻ്റെ വാദവും മറ്റും നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനെല്ലാം ഒത്താശ ചെയ്യുന്ന ഇല്ലെങ്കിൽ വഴങ്ങുന്ന രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നോ എന്നുകൂടി നമ്മൾ ഇപ്പോൾ വിലയിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. 16 പ്രതികളും 125 സാക്ഷികളുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതിലെ പ്രതികളെയൊക്കെ പിടികൂടുന്നതിൽ തന്നെ വലിയ വീഴ്ചയും കാലതാമസവും ഉണ്ടായിരുന്നു. പല പ്രതികളും നേരിട്ട് പോലീസിന് മുന്നിൽ കീഴടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. പ്രതികൾക്കെല്ലാം തന്നെ ഒളിവ് സങ്കേതങ്ങൾ അടക്കം ഒരുക്കി കൊടുത്തതിൽ ചില CPM ബന്ധങ്ങൾ വരെ ആരോപിക്കപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ ഒരു CPM രക്തസാക്ഷിയെ CPM ഭരണകാലത്ത് പോലും സംരക്ഷിച്ച് ആ പ്രതികളെ സംരക്ഷിച്ച് നിർത്തുന്ന സമീപനം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന അവസ്ഥ നിലനിൽക്കെയാണ് ഈ വിചാരണയും അനന്തമായി നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. രോഹിണി. ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. PFI ഭീകരവാദികളുടെ അരുംകൊലകളിലൊന്നായ അഭിമന്യു വധക്കേസിൽ വിചാരണ നടപടികൾ നീളും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. മെയ് 23-നാണ് ഇനി കേസ് പരിഗണിക്കുക. വിചാരണ ഈ വർഷം സെപ്റ്റംബറിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. എന്നാൽ നടിയെ ആക്രമിച്ച കേസിലെ അന്തിമ വിധിക്ക് ശേഷമേ അഭിമന്യു വധക്കേസിൽ വിചാരണ ആരംഭിക്കുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്.